ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന മറ്റെല്ലാ ഭക്തന്മാർക്കും നമ്മുടെ ശ്രീമദ് ഭാഗവതം 1-ാമത്തെ ക്യാൻറ്റോ 5-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? വ്യാസദേവൻ തൻ്റെ ആ ലിറ്ററേച്ചേഴ്സ് എല്ലാം, അതായത് വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ മിക്കതും, പിന്നെ വേദാന്ത സൂത്രം, മഹാഭാരതം, രാമായണം മഹാഭാരതം തുടങ്ങിയ ഒരുപാട് വൈദിക സാഹിത്യങ്ങളെയെല്ലാം ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള, അതായത് എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ട് ക്രോഡീകരിച്ച് എല്ലാം ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന് എന്തുണ്ടായില്ല? സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഉണ്ടായില്ല. അപ്പോൾ ശ്രീ വ്യാസദേവന് സംതൃപ്തി ഉണ്ടാകാത്തതിൻ്റെ റീസൺ എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചു, കിണഞ്ഞു പരിശ്രമിച്ചു, തൻ്റെ സ്വന്തം അസുഖത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് തനിക്കൊരു സംതൃപ്തി ഇല്ലാത്തത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനുശേഷം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്, അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു വളരെയധികം പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് എന്താണ് തൻ്റെ അതൃപ്തിയുടെ കാരണം എന്ന് കണ്ടെത്താൻ ഉള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് സ്വന്തം ശിഷ്യൻ്റെ ആ അതൃപ്തിയുടെ റീസൺ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ആരാണ് വന്നത്? നാരദ മഹർഷി, വ്യാസദേവൻ്റെ ഗുരു. അപ്പം നാരദ മഹർഷി എന്ത് ചെയ്യുന്നു? വ്യാസദേവനോട് സംസാരിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംസാരമാണ് 11-ാമത്തെ ശ്ലോകം വരെ, അതായത് 5-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. എന്താണ് നാരദ മഹർഷിയും വ്യാസദേവനും തമ്മിൽ സംസാരിക്കുന്നത്? ഇതുവരെ നാരദ മഹർഷി വ്യാസദേവനോട് പറയുന്നു, ഈ പറഞ്ഞിരിക്കുന്ന വൈദിക സാഹിത്യങ്ങളെല്ലാം തന്നെ നീ രചിച്ചിട്ടുണ്ട് അല്ലയോ വ്യാസദേവ. അങ്ങ് വളരെയധികം ഭാഗ്യവാനാണ്. കാരണം ഭഗവാനെക്കുറിച്ച് അറിയാനും അദ്ദേഹത്തിനെക്കുറിച്ച് എഴുതാനും വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ തോന്നുകയുമുള്ളൂ, തന്നെയല്ല അതിനുള്ള കഴിവും കിട്ടുകയുള്ളൂ. അങ്ങേക്ക് അത് വേണ്ടുവോളമുണ്ട്. പക്ഷേ അങ്ങ് ഈ എഴുതിയിരിക്കുന്ന എല്ലാ എല്ലാ വൈദിക സാഹിത്യങ്ങളിലും ഒരു പോരായ്മയുണ്ട്. എന്താണ് അതൃപ്തിക്ക് കാരണം? ആ ഒരു പോരായ്മ എന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ച് വേണ്ടും വണ്ണം വിവരിച്ചിട്ടേ ഇല്ല എന്നല്ല, വേണ്ടും വണ്ണം വിവരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനത്തെ 2 ശ്ലോകത്തിൽ, അതായത് 10-11 ശ്ലോകത്തിൽ 2 തരത്തിലുള്ള സാഹിത്യകൃതികളെ കുറിച്ചാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് വ്യാസദേവന്. എന്താണ്? ഒരെണ്ണം വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമായിരുന്നു. നയത് വചശ്ചിത്രപദം ഹരേർ യശോ ജഗത് പവിത്രം പ്രഗൃണീത കർഹിചിത് തദ് വായസം തീർത്ഥം ഉശന്തി മാനസ ന യത്ര ഹംസ നിരമന്തി ഉസിക്ഷയ. ഇങ്ങനെ ശ്ലോകത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ കുറിച്ച് വിവരിക്കാത്ത സാഹിത്യങ്ങൾ ഒന്നും പരമഹംസന്മാരായിട്ടുള്ള പരിശുദ്ധ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുകയില്ല, സ്വീകരിക്കുകയില്ല. കാരണം അവർക്ക് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഭൗതിക ലോകത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്താണ്? നശ്വരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സാധാരണ ആൾക്കാരെല്ലാം അവിടെയാണ് തൻ്റെ മനസ്സുകൊണ്ട് വ്യാപരിപ്പിക്കുന്നത്. പക്ഷേ ഭൗതിക ലോകത്തിലെ ഈ നശ്വരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നും താൽക്കാലികമായിട്ടുള്ള സന്തോഷമല്ലാതെ ആനന്ദം തരാൻ കഴിയുകയില്ല. എന്നേക്കും നിലനിൽക്കുന്ന ആനന്ദം തരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഭക്തന്മാർക്ക് അതിൽ താല്പര്യവുമില്ല. അത് എന്താണ് അവർക്ക്? വായസം തീർത്ഥം. വായസം തീർത്ഥം എന്ന് പറഞ്ഞാൽ കാക്കകളുടെ തീർത്ഥാടന കേന്ദ്രം, അതായത് മാലിന്യം നിറഞ്ഞ സ്ഥലം. എന്താണ്? എന്ത് സാഹിത്യവുമായിക്കോട്ടെ, എത്ര വലിയ ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്ത ആളായിക്കോട്ടെ, ഭഗവാനെ കുറിച്ച് വിവരിച്ചില്ല എങ്കിൽ, ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് വിവരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നല്ല. ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഒരു ലിവിങ്,
അല്ലെങ്കിൽ എന്താണ് ഒരു ജീവിതവൃത്തി നേടാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ പരമദിവ്യോത്തമ പുരുഷനെ ആരാധിച്ച് തിരികെ അദ്ദേഹത്തിൻ്റെ ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ലിറ്ററേച്ചേഴ്സ് ഒന്നും നമ്മളെ സഹായിക്കുകയില്ല. അത് മനസ്സിലാക്കി വേണം നമ്മൾ അത്തരം ലിറ്ററേച്ചേഴ്സ് അഥവാ വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കാൻ. തൽക്കാലം ഒരു ജീവിതവൃത്തിക്ക് വേണ്ടി മാത്രം എന്ന രീതിയിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വേണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സാഹിത്യങ്ങളെയോ അത്തരത്തിലുള്ള പഠനങ്ങളെയോ അത്തരത്തിലുള്ള കാര്യങ്ങളെയോ ഒക്കെ സ്വീകരിക്കാം. ഇനി അടുത്തതെന്താണ്? 11ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചു. തദ്വഗ് വിസർഗോ ജനതാഖ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാനി അനന്തസ്യ യശോ അങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഇനി അഥവാ ഭഗവാനെ കുറിച്ച് വിവരിക്കുന്ന സാഹിത്യങ്ങളാകട്ടെ അത് തെറ്റുള്ളതാണെങ്കിലും ശരി, അബദ്ധവത്യപി അപൂർണമാണെങ്കിൽ കൂടി അത് വായിക്കാൻ വേണ്ടിയിട്ട് ഭക്തന്മാർക്ക് താല്പര്യമാണ്. കാരണം അത് ഭഗവാനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് എന്നത് തന്നെ. ഈ രണ്ട് സാഹിത്യങ്ങളെയും കമ്പയർ ചെയ്തിട്ടാണ് നാരദ മഹർഷി എന്ത് ചെയ്യുന്നത്? വ്യാസദേവനോട് ആ ഒരു ഭാഗത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 12ാമത്തെ ശ്ലോകം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം, ഭഗവാനെയും ഗുരുവിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുനാ തീര വനചാരി. यमुना तीरवनचारी. जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी. जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी. हरे कृष्णा कृष्ण कृष्ण हरे हरे. हरे राम 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 हरे हरे. जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम. जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय. जय जय प्रभुपाद प्रभुपाद प्रभुपाद. जय जय प्रभुपाद. जय जय गुरुदेव गुरुदेव गुरुदेव. जय जय गुरुदेव. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण. നമുക്ക് ശ്രീമദ് ഭാഗവതം 1-ാം ക്യാൻറ്റോ 5-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അതും വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്.
അജമൽ പ്രഭു അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ഞാൻ വായിച്ചു തുടങ്ങാം. നൈഷ്കർമ്മ്യം അപി അച്യുതഭാവവർജിതം ന ശോഭത്തെ ജ്ഞാനം അലം നിരഞ്ജനം കുത പുനഃ ശാശ്വത് അഭദ്രം ഈശ്വരേ ന ചാർപ്പിതം കർമ്മ യത് അപി അകാരണം നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭത്തെ ജ്ഞാനം അലം നിരഞ്ജനം കുത പുനഃ ശാശ്വത് അഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭത്തെ ജ്ഞാനം അലം നിരഞ്ജനം കുത പുനഃ ശാശ്വത് അഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദ്യപ്യകാരണം. എന്താണ് ഇതിനകത്ത്? പല കാര്യങ്ങളെക്കുറിച്ച് നാരദ മഹർഷി പറയുന്നു. വ്യാസദേവൻ തൻ്റെ കൃതിയിൽ, അതായത് ഇതുവരെ വ്യാസദേവൻ എഴുതിയ പല കാര്യങ്ങളെയും കുറിച്ചാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. വ്യാസദേവൻ ആ എഴുതിയ ലിറ്ററേച്ചർ ഒന്നും ആധ്യാത്മികമായിട്ടുള്ള ലിറ്ററേച്ചർ അല്ല എന്ന് നാരദ മഹർഷി പറയുന്നില്ല. അതെല്ലാം ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും പിന്നെ വേദാന്ത സൂത്രവും പിന്നെ ഈ മഹാഭാരതവും ഒക്കെ എന്താണ്? എല്ലാ ആൾക്കാരുടെയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ഉള്ള സാധനങ്ങൾ തന്നെയാണ്, ഉള്ള സാഹിത്യങ്ങൾ തന്നെയാണ്. പക്ഷേ എക്സ്ക്ലൂസീവ്, അതായത് അതുമാത്രമായി ഡിസ്കസ് ചെയ്യുന്ന, ഏത് മാത്രമായിട്ട്? ഭക്തിയുത ഭഗവത് സേവനം മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാഹിത്യം ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടും വ്യാസദേവൻ ചെയ്തിട്ടില്ല. അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം എന്താണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് എന്ന് നാരദ മഹർഷി പറയുന്നു. നൈഷ്കർമ്മ്യം. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ബന്ധനത്തിൽ പെടാതെയുള്ള കർമ്മം. അതെന്താണ്? നമ്മൾ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല റിയാക്ഷനിൽ ബന്ധനസ്ഥനാകും. പാപം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചീത്ത റിയാക്ഷനിൽ ബന്ധനസ്ഥനാകും. ഇനി ഇത് രണ്ടുമില്ലാത്തതിനെയാണ് എന്ത് പറയുന്നത്? നൈഷ്കർമ്മ്യം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? ഭഗവത് സേവനം മാത്രം. കാരണം ഭഗവത് സേവനത്തിന് പുണ്യമോ പാപമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം, പുണ്യവും ഇല്ല. കാരണം പുണ്യം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. പക്ഷേ ഭഗവത് സേവനം എന്ന് പറയുന്ന പ്രവൃത്തി, ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറയുന്ന പ്രവൃത്തി എന്താണ്? പുണ്യവുമല്ല, അത് അകർമ്മം എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്ന പ്രവൃത്തിയാണ്. ഇവിടെ നൈഷ്കർമ്മ്യം എന്ന് വേണമെങ്കിലും അതിനെ പറയും. നോക്കൂ, സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, കർമ്മഫല പ്രവർത്തനങ്ങളിൽ നിന്നും സ്വതന്ത്രമായി തീരുക, അതായത് പുണ്യം പാപം എന്ന് പറയുന്ന റിയാക്ഷൻസ് ഉള്ള തരം കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട്, അല്ലാതെ മാറി നിന്നിട്ട്, മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തി ആകെ ഒന്നേ ഉള്ളൂ, ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറയുന്നത് നൈഷ്കർമ്മ്യം. ഇനി അപി അച്യുത ഭാവവർജിതം. ഇവിടെ നൈഷ്കർമ്മ്യം എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഭക്തിയുത സേവനത്തിനെ അല്ല. കാരണം ഈ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് ഇതുവരെ വ്യാസദേവൻ വിവരിച്ചിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് ഉള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഭക്തിയുത ഭഗവത് സേവനത്തെ പറ്റി ഇതുവരെ ആരും വിവരിച്ചിട്ടില്ല, വ്യാസദേവൻ വിവരിച്ചിട്ടില്ല. അത് രചിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ് ആര് നൽകുന്നത്? നാരദ മഹർഷി നൽകുന്നത് ശിഷ്യന്. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചുള്ള എല്ലാ തരത്തിലും താങ്കൾ ഡിസ്കസ് ചെയ്തതെല്ലാം അച്യുത ഭാവവർജിതം. അച്യുതനാരാണ്? ഭഗവാൻ. അച്യുത ഭാവവർജിതം, അച്യുതനെ കുറിച്ചുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തില്ല. വർജിതം എന്ന് പറഞ്ഞാൽ വർജിച്ചിരിക്കുക, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല.
ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങ് ഇത്രയും നാൾ എഴുതിയ എല്ലാ തരത്തിലുമുള്ള ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അതിനും ന ശോഭത്തെ, അതിന് ശോഭ നൽകുന്നില്ല, അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ന ശോഭത്തെ. പിന്നെ അതുമല്ല, ജ്ഞാനം അലം നിരഞ്ജനം. ഇനി എന്താണ് ജ്ഞാനയോഗം? അതായത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? പഠിച്ച് 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 ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതും പ്രയോജനം ചെയ്യുകയില്ല. എത്ര ജ്ഞാനമാണെങ്കിലും ശരി, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഒരു പ്രയോജനവും ചെയ്യുകയില്ല. അതും ഒരു ലക്ഷ്യസ്ഥാനം, അതായത് പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ചുള്ള ആ ഒരു ജ്ഞാനം, ലക്ഷ്യസ്ഥാനം, അതായത് തിരികെ ഭഗവദ്ധാമത്തിലേക്ക് പോകുക എന്നുള്ള ആ ഒരു ലക്ഷ്യസ്ഥാനം ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ജ്ഞാനം നേടിയിട്ടും അതും പ്രയോജനമില്ല. ഞാൻ കഴിഞ്ഞ തവണ പറയുകയും ചെയ്തു അല്ലേ, നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ABCD മുതൽ കഷ്ടപ്പെട്ട് +2 ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് PhD അതും ഇതും ഒക്കെ എടുത്തു, എല്ലാ തരത്തിലുള്ള ഭൗതിക ജ്ഞാനവും സ്വീകരിച്ചു. പക്ഷെ അവസാനം നമുക്ക് ഒരു ചെറിയ സ്ട്രോക്ക് വന്നാൽ മതി ആ ഒരു ജ്ഞാനം എല്ലാം അപ്രത്യക്ഷമാകാൻ, അല്ലെങ്കിൽ ഒരു ഡിമെൻഷ്യ, മറവി രോഗം വന്നാൽ മതി ആ ജ്ഞാനം എല്ലാം അപ്രത്യക്ഷനാകും. അവസാനം സ്വന്തം പേരോ സ്വന്തം ഭാര്യയുടെ പേരോ മക്കളുടെ പേരോ എവിടെയാണ്, ഞാൻ ആരാണെന്ന് പോലും അറിയാൻ മേലാതെ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് എത്ര തന്നെ ജ്ഞാനം നേടിയാലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയില്ല എങ്കിൽ, തിരികെ ഭഗവദ്ധാമത്തിലേക്ക് പോകാനുള്ള പ്രയത്നം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തില്ല, അതിന് വലിയ പ്രയോജനം, വലിയതെന്നല്ല, ഒരു പ്രയോജനവുമില്ല. നൈഷ്കര്യം, അതായത് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അച്യുത ഭാവവർജിതമാണെങ്കിൽ ന ശോഭത്തെ. അതും ജ്ഞാനം ആണെങ്കിലും തന്നെ ഭഗവാനെ കുറിച്ചുള്ളത് ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലും പ്രയോജനമില്ല. ഇതിന് രണ്ടിനും പ്രയോജനമില്ലെങ്കിൽ കുത, പിന്നെ എന്താണ് പറയേണ്ടത്? പുനഃ ശാശ്വത അഭദ്രം ഈശ്വരേ ന ച അർപ്പിതം. 2 വാക്ക്, ഈശ്വരേ ന ച അർപ്പിതം. അർപ്പിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അർപ്പിക്കുക. ആർക്ക് അർപ്പിക്കുക? ഈശ്വരേ, പരമദിവ്യോത്തമ പുരുഷന്. എന്താണ് അർപ്പിക്കുക? കർമ്മ. കർമ്മ ഇതും വ്യാസദേവൻ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ മഹാഭാരതത്തില് വ്യാസദേവൻ ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ടുണ്ട്. കർമ്മം, ഭഗവാന് വേണ്ടി പ്രയത്നിക്കുന്ന കർമ്മം, അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കർമ്മകാന്ഡം എന്ന് പറയുന്ന കാര്യത്തിനും പ്രത്യേകിച്ച് പ്രയോജനമില്ല. എന്താണ് കർമ്മകാന്ഡം എന്ന് പറയുന്നത്? ഇന്ന കർമ്മം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന റിസൾട്ട് കിട്ടും, ഇന്ന ദേവതയെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന റിസൾട്ട് കിട്ടും, സരസ്വതി ദേവിയെ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യ, ലക്ഷ്മി ദേവിയെ ആരാധിച്ചാൽ സമ്പത്ത്, അങ്ങനെ പല പല ആരാധനകൾ എന്തിനു ചെയ്യുന്നതാണ്? ഭൗതിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഭക്തിക്ക് വേണ്ടി അല്ലല്ലോ ആരാധന ചെയ്യുന്നതാരും. എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആ കർമ്മകാന്ഡങ്ങൾ ഒരുപാട് വ്യാസദേവൻ എവിടെ വിവരിച്ചിട്ടുണ്ട്. ഒരുപാട് കർമ്മങ്ങൾ, അശ്വമേധ യാഗം ചെയ്യുക, ആ തരത്തിലുള്ള യാഗം ചെയ്യുക, ഈ തരത്തിലുള്ള യാഗം ചെയ്യുക, ഒരുപാട് യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട്? ഇന്ന റിസൾട്ട്, ഈ റിസൾട്ട്, ആ റിസൾട്ട്, ഇങ്ങനെ അതിൻ്റെ ഫലത്തിന് വേണ്ടി ചെയ്യുന്നതിനെയാണ് കർമ്മകാന്ഡ എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ് കുത പുന, ഇത്രയും കാര്യങ്ങൾ നൈഷ്കർമ്മ്യ, അതായത് ആത്മസാക്ഷാത്കാരം എന്ന രീതിയിൽ അങ്ങ് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് പറയുന്നതല്ലെങ്കിൽ, അച്യുതഭാവവർജിതമാണെങ്കിൽ, പിന്നെ ജ്ഞാനം അതും അച്യുതഭാവവർജിതമാണെങ്കിൽ, രണ്ടും കൊണ്ടും ഒരു പ്രയോജനവുമില്ല. സെൽഫ് റിയലൈസേഷനോ അല്ലെങ്കിൽ ജ്ഞാനമോ കൊണ്ട് ഒരു പ്രയോജനവുമില്ലെങ്കിൽ കുത പുന, പിന്നെ എന്ത് പറയാനാണ്? കുത എന്ത് പറയാനാണ്? ശശ്വത അഭദ്രം ഈശ്വരേ നച അർപ്പിതം കർമ്മ. ഈശ്വരേ നച അർപ്പിതം കർമ്മ. ഈശ്വരൻ, അതായത് പരമദിവ്യോത്തമ പുരുഷന് അർപ്പിക്കാത്ത കർമ്മത്തെക്കുറിച്ച് എന്ത് പറയാനാണ്? അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? നോളജ് ഓഫ് സെൽഫ് റിയലൈസേഷൻ, ഈവൻ ദോ ഫ്രീ ഫ്രം മെറ്റീരിയൽ അഫിനിറ്റി, ഡസ് നോട്ട് ലുക്ക് വെൽ if devoid of conception of God. What then is the use of fruitive activities which are naturally painful from the very beginning and transient by nature if they are not utilized for the devotional service of the Lord? നിങ്ങൾ എന്ത് ചെയ്താലും
അപ്രമാദഗതിയായ ഭഗവത് തത്വങ്ങൾ, ശൂന്യമാക്കപ്പെട്ട ആത്മസാക്ഷാത്കാരം, അതായത് അച്യുതഭാവവർജിതം എന്ന ആ ഒരു പദമാണ് ഇത്. അപ്രമാദഗതിയായ ഭഗവത് തത്വങ്ങൾ ശൂന്യമാക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വിവരിക്കാത്ത ആത്മസാക്ഷാത്കാര ജ്ഞാനം സർവഭൗതിക അവിനിവേശങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടവയാണെങ്കിലും സാമൂതമായി നിർണയിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആനന്ദം നമുക്ക് കിട്ടുന്നില്ല അത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്. പ്രകൃത്യാ തന്നെ ആരംഭം മുതൽ വേദനാജനകവും കഠോരവും സ്വഭാവത്താൽ ക്ഷണികവുമായ കർമ്മങ്ങളെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായി വിനിയോഗിച്ചില്ലെങ്കിൽ പിന്നെ അവയാൽ എന്ത് പ്രയോജനമാണുള്ളത്? 3 കാര്യങ്ങളെക്കുറിച്ചാണ്. 1 സെൽഫ് റിയലൈസേഷൻ നോട്ട് റിലേറ്റഡ് ടു കൃഷ്ണ, 2 ജ്ഞാന നോട്ട് റിലേറ്റഡ് ടു കൃഷ്ണ, 3 കർമ്മ നോട്ട് റിലേറ്റഡ് ടു കൃഷ്ണ. ഈ 3 കാര്യങ്ങളും വ്യാസദേവ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, പിന്നെ എന്താണ് പലതരത്തിലുള്ള ആത്മസാക്ഷാത്കാരത്തിനുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് അച്യുത ഭാവമർജിതമാണ്. അതായത് പരമദിവ്യോത്തമ പുരുഷന് വേണ്ടി പ്രത്യേകം ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങ് എങ്ങും എഴുതി വെച്ചിട്ടില്ല. അത് എന്തു പ്രയോജനമാണ്? വ്യാസദേവനോട് ആര് ചോദിക്കുന്നു? അദ്ദേഹത്തിന്റെ ഗുരു നാരദ മഹർഷി ചോദിക്കുകയാണ്. പിന്നെ എന്താണ്? പക്ഷേ അങ്ങ് ആരാണെന്നറിയാമോ? ഈ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഈ തന്നെയല്ല, അദ്ദേഹം വന്നിട്ട് വ്യാസദേവൻ വന്നിട്ട് തൻ്റെ ബുക്കിനകത്ത് അല്ലെങ്കിൽ തൻ്റെ പുസ്തകങ്ങളിൽ നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഒരുപാട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെയാണ് ഈ വേദഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നും ഡയറക്റ്റ് അല്ല, എല്ലാം ഇൻഡയറക്റ്റ് ആണ്. അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കൂ. കർമ്മകാന്ഡം എന്ന് പറയുന്നത് അതിൽ കർമ്മയോഗത്തിനെ, അതായത് കർമ്മകാന്ഡം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഇനി അതിനെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുക, അതിൻ്റെ റിസൾട്ട് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ അത് കർമ്മയോഗമായി മാറും. പക്ഷേ ആൾക്കാർക്കത് ഡയറക്റ്റ് പ്രോസസ്സാണോ? അല്ല. ഈ സ്വന്തം കർമ്മങ്ങളെയെല്ലാം അതിൻ്റെ റിസൾട്ട് എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി എത്ര പേർക്ക് താല്പര്യം കാണും? അല്ലെങ്കിൽ എത്ര പേർ അങ്ങനെ ചെയ്യും? അതുകൊണ്ട് അത് മാത്രം ഒരു വഴിയല്ല. ജ്ഞാനയോഗം അതും ഒരു വഴി തന്നെയാണ്. ഭഗവാനെ കുറിച്ച് അറിവ് നേടുക, അങ്ങനെ അവസാനം ഭക്തനായി മാറുക എന്ന്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ അറിവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കൈവഴികളുമുണ്ട്. ബ്രഹ്മത്തെ, പരമാത്മാവിനെ, അങ്ങനെ പല വഴികളും. അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തെക്കുറിച്ച്, അതായത് ഭഗവാന്റെ തന്നെ എക്സ്റ്റേണൽ എനർജി, അദ്ദേഹത്തിന്റെ ശക്തി തന്നെയാണ്. പക്ഷേ പ്രകൃതിയെക്കുറിച്ചുള്ള ജ്ഞാനം, ഇതെല്ലാം വന്നിട്ട് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ചെറിയ 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 പാർട്സ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത്രയും ജ്ഞാനം സ്വീകരിച്ചിട്ട് അവസാനം ഭഗവാനിൽ ഭക്തി വന്നില്ലെങ്കിൽ എന്താണ്? ആ ഒരു ലക്ഷ്യമില്ലാത്ത അവസ്ഥയല്ലേ? അപ്പൊ അതുകൊണ്ടും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ശരിക്കും അത് നടക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണം കിട്ടും എന്ന് പറയുന്നത് അത് ഒരു പോസിബിലിറ്റി അല്ല, അല്ലെങ്കിൽ അതൊരു വഴിയല്ല. ഏത് കർമ്മകാന്ഡമാണെങ്കിലും ജ്ഞാനകാന്ഡമാണെങ്കിലും ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വിവരിച്ചോ അതൊന്നും വന്നിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള, ഇതെല്ലാം ഇൻഡയറക്റ്റ് ആണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭൗതിക ലോകത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവത്ധാമത്തിൽ എത്താൻ പറ്റും എന്ന രീതിയിൽ ഒന്നും വിവരിച്ചിട്ടില്ല. ഇതെല്ലാം പലതരത്തിലുള്ള മനുഷ്യരും മനസ്സിലാക്കി പടിപടിയായിട്ട് ഉയർന്നു വന്നിട്ട് അവിടെ നിന്നും ഭക്തിയുത സേവനം പരിശീലിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഭക്തിയുത സേവനത്തിനെ കുറിച്ച് പ്രത്യേകം വിവരിക്കുന്ന എന്താണ് വ്യാസദേവൻ എഴുതിയിരിക്കുന്നത്? എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് നാരദ മഹർഷി അങ്ങനെ പറയുന്നത്. ഇതൊന്നും വന്നിട്ട് അച്യുതഭാവം വർജിതമാണെങ്കിൽ ഇതൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും തരുന്നില്ല. പിന്നെ ഇനി ഒരു കാര്യം കൂടെ 13ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയും. പക്ഷേ ഈ വഴക്ക് പറയുന്ന കേട്ടിട്ട് വ്യാസദേവന് എന്താണ്, നീ വിഷമം വരുമോ? എന്താണ് വ്യാസദേവനോട് പറയുകയാണെങ്കിൽ ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ വ്യാസദേവ അങ്ങ് സാധാരണ ആളല്ല. എന്താണ് അങ്ങയുടെ പ്രത്യേകത? അധോ മഹാഭാഗ ഭവാൻ അമോഘദൃക് ശുചിസ്രവ സത്യരതോ ദൃഢവ്രത ഉരുക്രമസ്യാഖില ബന്ധമുക്തയേ
समाधिनानुस्मरतद्विचेष्टितम् अधो महाभाग भवानमोघदृक् शुचिश्रव सत्यरतो दृढव्रता उरुक्रमस्याखिलबन्धमुक्तये സമാധിനാനുസ്മരതദ്വിചേഷ്ടിതം. എന്താണ്? അഥോ മഹാഭാഗ. വ്യാസദേവ അങ്ങ് സാധാരണ ആളല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങ് എഴുതി വെച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് വിഷമിക്കരുത്. കാരണം അങ്ങ് സാധാരണ ആളല്ല. അങ്ങ് ആരാണ്? അഥോ മഹാഭാഗ, മഹാഭാഗ്യവാനാണ് ഭവാൻ അങ്ങ്. പിന്നെ എന്താണ്? അമോഘദൃക്. അമോഘദൃക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലും കുറ്റം കണ്ടുപിടിക്കാത്ത. അമോഘ എന്ന് പറഞ്ഞാൽ കുറ്റം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കുക എന്നാണ്. അമോഘദൃക് എന്ന് പറഞ്ഞാൽ ആരിലും കുറ്റം കണ്ടുപിടിക്കാത്ത. എന്താണ്? ദാർശനികൻ, ശ്രേഷ്ഠനായ ദാർശനികൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പെർഫെക്റ്റ് സിയർ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത്. ശുചിശ്രവ. എന്താണ് ശുചിശ്രവ? കുറ്റമറ്റതും വിഖ്യാതവുമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. സത്യരഥ. എന്താണ്? സത്യസന്ധതയുടെ ശപഥം എടുത്തിരിക്കുന്നവനാണ്. മാത്രമല്ല ദൃഢവ്രത, വളരെയധികം ആത്മീയ ഗുണങ്ങൾ, ഭയങ്കര ദൃഢമായിട്ടുള്ള തപശ്ചര്യ കൊണ്ട് നേടിയെടുത്തിരിക്കുന്ന ആളുമാണ്. ഇനി എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് വ്യാസദേവ അങ്ങേക്ക് ഗുണമുള്ളത്. ഇനി എന്താണ്? ഉരുക്രമസ്യ. ആരാണ് ഉരുക്രമ? ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷൻ അല്ലേ? അതിമാനുഷിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന. എന്താണ്? എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഭഗവാൻ ഉരുക്രമ എന്ന പേര് കിട്ടിയത്? വാമന അവതാരത്തിൻ്റെ സമയത്താണ്. അതിമാനുഷികം. അദ്ദേഹം ഒരു കുള്ളനായ ബ്രാഹ്മണ കുമാരനായി പ്രത്യക്ഷപ്പെട്ടിട്ട് ബലി മഹാരാജാവിൻ്റെ മുന്നിൽ തൻ്റെ രൂപം പ്രദർശിപ്പിക്കുമ്പോൾ, അതായത് അദ്ദേഹം ആ ഒരു ഭൗതിക ലോകത്തെ മുഴുവനും തൻ്റെ ഒരു കാലിൻ്റെ പാദം കൊണ്ട് അളന്നെടുക്കുന്നതിന് അത്രയും അതിമാനുഷികമായിട്ടുള്ള കൃത്യം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് വിളിച്ച പേരാണ് ഉരുക്രമ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ എന്നാണ് ഉരുക്രമ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉരുക്രമസ്യ അഖില ബന്ധമുക്തയെ. എന്താണ്? എല്ലാ സാർവലൗകികമായ, അഖില എന്ന് പറഞ്ഞാൽ സാർവലൗകികമായ എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ബന്ധമുക്തയെ, ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിനായി. സമാധിന അനുസ്മര തദ് വിചേഷ്ടിതം. എന്താണ്? ഉരുക്രമ, അതായത് ഭഗവാൻ മാത്രമേ നമ്മളെ ഈ അഖില ബന്ധമുക്തയെ, അതായത് ഭൗതിക ലോകത്തിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? മരുന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം വ്യാസദേവന് നാരദ മഹർഷി മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം? തദ് വിചേഷ്ടിതം. അദ്ദേഹത്തിൻ്റെ ലീലകൾ, ചേഷ്ട അല്ലേ? എന്താണ് ചേഷ്ട എന്ന് പറയുന്നത്? പ്രവൃത്തി. ഭഗവാന്റെ ആകുമ്പോൾ പ്രവൃത്തിക്ക് നമ്മൾ ലീല എന്ന് പറയും. സോ തദ് വിചേഷ്ടിതം, ഭഗവാന്റെ ലീലകൾ എന്ത് ചെയ്യണം? അനുസ്മര. അവരെ ലീലകൾ അങ്ങേക്ക് അറിയാം, ഭഗവാന്റെ ലീലകൾ എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് സ്മരിച്ചതിന് ശേഷം അതിനെ വിവരിക്കണം. അനുസ്മര തദ് വിചേഷ്ടിതം. എന്താണ് ചെയ്യേണ്ടത്? വ്യാസദേവ അങ്ങ് സാധാരണ ആളല്ല. അങ്ങ് മഹാഭാഗ ആണ്, അമോഘദൃക്കാണ്, ശുചിയാണ്, ശ്രവ ആണ്, സത്യരഥ ആണ്, ദൃഢവ്രതയാണ്. അങ്ങ് പരമദിവ്യോത്തമ പുരുഷന്റെ നമ്മളെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, ബന്ധനത്തിൽ പെടാത്ത ഒരാൾക്ക് അല്ലേ? യശോദമാത ഭഗവാനെ എന്ത് ചെയ്തു? ആ ഉരലിൽ കെട്ടിയിട്ടു. ആ ഉരലും വലിച്ചുകൊണ്ട്, സ്വയം ബന്ധനസ്ഥനായിരുന്നിട്ട് കൂടി ഭഗവാൻ അതിനെയും വലിച്ചുകൊണ്ടുപോയി 2 വലിയ അർജുന വൃക്ഷങ്ങളെയും മറച്ചിട്ട് നളകുബേരന്മാരെ എന്ത് ചെയ്തിരിക്കുന്നു? മോചിപ്പിച്ചിരിക്കുന്നു. വേറെ ആർക്ക് സാധിക്കും? സ്വന്തം കെട്ടയില്ല, ആ കെട്ടിയിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അതിനെ സമ്മതിച്ചത്. ഭഗവാൻ അമ്മയുടെ പ്രയത്നം കണ്ട് സമ്മതിച്ചു. എന്നിട്ടും അങ്ങനെ ബന്ധനസ്ഥനായിട്ടും കൂടി
ഇനി ഒരാളെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പരമദിവ്യോത്തമ പുരുഷന് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഇനി ഒരാളെ രക്ഷിക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ബന്ധനസ്ഥനായിരിക്കുന്ന അവസ്ഥയിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? നളകുബേരന്മാരെ മോചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അതിമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളെക്കുറിച്ച് സ്മരിക്കുക, അതിനുശേഷം അവയെ വിവരിക്കുക. എന്തിന്? ബാക്കിയുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അങ്ങേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? തൃപ്തി തരാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലയോ വ്യാസദേവ, അങ്ങയുടെ വീക്ഷണം തികച്ചും ശരിയാണ്. അങ്ങയുടെ സത്കീർത്തി കളങ്കരഹിതവും പരിപൂർണവുമാണ്. അങ്ങ് നിശ്ചയദാർഢ്യമുള്ളവനും സത്യസന്ധതയിൽ നിവിഷ്ടനുമാണ്. അനന്തരം അപ്രകാരം സാർവലൗകികമായ ഭൗതിക ബന്ധനത്തിൽ നിന്നും സാമാന്യ ജനങ്ങളെ സ്വതന്ത്രമാക്കാനായി സമാധിയിലിരുന്ന് ഭഗവാന്റെ ലീലകളെ ധ്യാനിക്കാൻ അങ്ങേക്ക് കഴിയുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 14ാമത്തെ ശ്ലോകം. തതോന്യഥാ കിഞ്ചന യദ്വിവക്ഷത പൃഥക് ദൃശസ് തത്കൃതരൂപനാമഭി ന കർഹി ചിത് ക്വാപി ച ദുഃസ്ഥിതാമതിർ ലഭേത വാതാഹതനോരിവാസ്പദം തതോന്യഥാ കിഞ്ചന യദ്വിവക്ഷത പൃഥക് ദൃശസ് തത്കൃതരൂപനാമഭി ന കർഹി ചിത് ക്വാപി ച ദുഃസ്ഥിതാമതിർ ലഭേത വാതാഹതനോരിവാസ്പദം തതോന്യഥാ കിഞ്ചന യദ്വിവക്ഷത പൃഥക് ദൃശസ് തത്കൃതരൂപനാമഭി ന കർഹി ചിത് ക്വാപി ച ദുഃസ്ഥിതാമതിർ ലഭേത വാതാഹതനോരിവാസ്പദം. എന്താണ് പറയുന്നത് നോക്കാം. തഥോ അന്യഥ. എന്താണ് തഥോ അന്യഥ എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഭഗവാനെക്കുറിച്ച് സ്മരിച്ചിട്ട് അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീലകളെ വിവരിക്കുക. തതോ അതായത് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും അന്യഥ വേർതിരിച്ച്, അല്ലെങ്കിൽ അതല്ലാതെ എന്നാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തഥോ അന്യത അതായത് നേരത്തെ വ്യാസദേവനോട് നാരദ മഹർഷി എന്ത് പറഞ്ഞു? അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കാനും അദ്ദേഹത്തിന്റെ ലീലകളെക്കുറിച്ച് വിവരിക്കാനും അങ്ങ് വളരെ യോഗ്യനാണ്. ഇനി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാതെ കിഞ്ചന യദ് വിവക്ഷത, എന്തൊക്കെ വിവക്ഷിച്ചാലും വിവരിക്കാൻ ആഗ്രഹിച്ചാലും, പൃഥക് ദൃശ തത്കൃത രൂപനാമഭി, ആ കാര്യങ്ങളെക്കുറിച്ച് എത്ര തന്നെ അങ്ങ് വിവരിച്ചാലും, അത് എന്തിനെക്കുറിച്ചുള്ളതായാലും അത് ഏതിനെക്കുറിച്ചുള്ളതായാലും തന്നെ എന്താണ്? ദുഃസ്ഥിതാമതിർ, അതായത് മനസ്സിനെ ചഞ്ചലമാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഏതുപോലെ? ഒരു നൗക, വാതോഹത നൗക, അല്ലെങ്കിൽ നൗ എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നാവം അല്ലെങ്കിൽ നൗക എന്ന് പറഞ്ഞാൽ എന്താണ്? ബോട്ട്. വാതാഹത നൗ എന്ന് പറഞ്ഞാൽ വാത എന്ന് പറഞ്ഞാൽ കാറ്റ്, നൗ അതായത് ബോട്ട്. കാറ്റും ബോട്ടും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബോട്ട് വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിനെ നങ്കൂരം ഇട്ടിട്ടില്ല എങ്കിൽ, അതിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലെങ്കിൽ കാറ്റടിച്ചാൽ ഈ നൗക ആ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ചഞ്ചലമായ നൗക. കാറ്റിന്റെ ഗതി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കൺട്രോൾ ചെയ്യാതെ പോകുന്ന ഒരു ബോട്ട് പോലെ. എന്താണ് നാരദ മഹർഷി ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ലയോ വ്യാസദേവ, അങ്ങ് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വിവരിച്ചാലും മനസ്സിനെ ഏകാഗ്രമാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ലീലകളെ കുറിച്ച് വർണ്ണിക്കണം. അല്ലാതെ അങ്ങ് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്താലും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകും. അവരുടെ മനസ്സ് ആദ്യം കർമ്മകാണ്ഡത്തിൽ ചെല്ലും.
കർമ്മകാണ്ഡത്തിനെ കുറിച്ച് ചെയ്ത് അല്ലെങ്കിൽ പ്രവർത്തിച്ച് വരുമ്പോഴായിരിക്കും അതിനകത്ത് വലിയ താല്പര്യം അവർക്ക് തോന്നാത്തത്. പിന്നെ അവർ ജ്ഞാനകാണ്ഡത്തിൽ ചെല്ലും. പിന്നെ അവർ ആ പ്രകാരം പല യോഗ, എന്താണ് കർമ്മ, ജ്ഞാന, യോഗ, ഇങ്ങനെ പല കാര്യത്തിലും വന്നിട്ട് മനസ്സിനെ വ്യാപരിപ്പിച്ചിട്ട് ഒരു നിയന്ത്രണവുമില്ലാതെ ഏകാഗ്രതയില്ലാതെ എന്തു ചെയ്യും, പല സ്ഥലങ്ങളിലേക്കും ചലിക്കുന്ന ഏതെങ്കിലും ഒരു നാവം അല്ലെങ്കിൽ ഒരു നൗക പോലെ എന്തു ചെയ്യും, അവർക്ക് കൺഫ്യൂഷനായി പോകും. ഇതാണ് പറയുന്നത്. എന്താണ്? വാട്ട് എവർ യു ഡിസയർ ടു ഡിസ്ക്രൈബ് ദാറ്റ് ഈസ് സെപ്പറേറ്റ് ഇൻ വിഷൻ ഫ്രം ദ ലോഡ്. ഭഗവാനിൽ നിന്നും വ്യത്യസ്തമായി അങ്ങ് എന്തൊക്കെ വിവരിച്ചിരിക്കുന്നുവോ, സിംപ്ലി റിയാക്ട്സ് വിത്ത് ഡിഫറെൻറ്റ് ഫോംസ്, നെയിംസ്, റിസൾട്ട്. എന്താണ് പ്രത്യേകത? എന്താണ്? ടു അജിറ്റേറ്റ് ദ മൈൻഡ്. മനസ്സിനെ അജിറ്റേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എങ്ങനെ? ഒരു ബോട്ട് എങ്ങനെയാണോ നങ്കൂരം ഇടാതെയോ അല്ലെങ്കിൽ ആരും നിയന്ത്രിക്കാനില്ലാതെയോ ഒരു കടലിൽ നിൽക്കുന്നത്, കാറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ മനുഷ്യരുടെ അല്ലെങ്കിൽ ഇത് നിങ്ങൾ വായിക്കുന്ന ആൾക്കാരുടെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അല്ലയോ വ്യാസദേവ? എന്താണ് ചെയ്യേണ്ടത്? ഡയറക്റ്റ് വേ എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷന് എന്ത് ചെയ്യണം? ഭക്തിയുത ഭഗവത് സേവനം ചെയ്താൽ ഉറപ്പായിട്ടും തിരികെ ഭഗവത് ധാമത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യം ഡയറക്റ്റ്ലി വിവരിക്കുന്ന, ഉദാഹരണത്തോടുകൂടി വിവരിക്കുന്ന. എന്താണ് ഉദാഹരണം? അദ്ദേഹത്തിന്റെ ലീലകൾ തന്നെയാണ് ഉദാഹരണം. അദ്ദേഹവും ഭക്തന്മാരും തമ്മിലുള്ള ലീലകൾ തന്നെയാണ് ഉദാഹരണം. ആ ഒരു ലീലകളെ വിവരിക്കാത്ത എന്ത് തരത്തിലുള്ള കാര്യങ്ങളും അങ്ങ് എത്രയധികം എല്ലാം വിവരിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിലും അതിന് എല്ലാവരുടെയും മനസ്സിനെ അജിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് വ്യാസദേവൻ ഇതുവരെ എഴുതിയിരിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ ആത്മജ്ഞാനവും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണു എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഗുരു നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഇനി വഴക്കു പറയുവാണോ വ്യാസദേവനെ? ഗുരു എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യുന്ന ആളാണ്. എന്താണ്? ഹെവി. അതായത് ശിഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാസദേവൻ ഇവിടെ തെറ്റല്ല ചെയ്തിരിക്കുന്ന, അപര്യാപ്തതയാണ് അല്ലേ? പൂർണ്ണമായിട്ട് ഒന്നും ചെയ്യില്ല. എന്താണ് ചെയ്തിരിക്കുന്നത്? ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമല്ല, അപൂർണമാണ്. ആ അപൂർണതയാണ് ആര് ചൂണ്ടിക്കാണിക്കുന്നത്? നാരദ മഹർഷി ചൂണ്ടിക്കാണിക്കുന്നത്. 15ാമത്തെ ശ്ലോകം. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യത്തെ തസ്യ നിവാരണം ജനാ. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യത്തെ തസ്യ നിവാരണം ജനാ. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യത്തെ തസ്യ നിവാരണം ജനാ. എന്താണ് വ്യാസദേവനോട് നാരദ മഹർഷി പറയുന്നത്? ജനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണ് ജനങ്ങളുടെ കുഴപ്പം? അനുശാസത എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചിരിക്കുന്ന, അനുശാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശിക്കുക. എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം? എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? വ്യാസദേവൻ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ആ വൈദിക സാഹിത്യങ്ങളിൽ വന്നിട്ട് വിവരിച്ചിട്ടുണ്ട്. സാമാന്യ ജനങ്ങൾ ആരാണ്? സാമാന്യ ജനങ്ങളുടെ പ്രത്യേകത എന്താണ്? സാമാന്യ ജനങ്ങൾക്ക് ഒരു പ്രവണതയുണ്ട്. എന്താണ്? സ്വഭാവരക്തസ്യ. സ്വഭാവരക്തസ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന സ്വഭാവമാണ്. എന്താണ്? സ്വാഭാവിക പ്രവണത. അതായത് എനിക്ക് ബൈ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും? ആ കാര്യം ചെയ്തിരിക്കും. ആരാണ്? ഈ ധർമ്മം എന്ന പേരിൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന ഈ പല കാര്യങ്ങളും, പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ആൾക്കാർ എന്ത് ചെയ്യും? അത് അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കും.
ഇത് മാത്രം ചെയ്താൽ മതി എന്നിട്ട്. കാരണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവർക്ക് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പ്രത്യേകിച്ച് വലിയ ഓസ്റ്ററിറ്റി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തപശ്ചര്യ ഒന്നും ചെയ്യണ്ട, വലിയ കാര്യമായിട്ട് ഒന്നും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അവർക്ക് കുറച്ച് കുറച്ച് ഭൗതികമായിട്ടുള്ള ആനന്ദം കിട്ടത്തേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രവണത ഉള്ള കാര്യങ്ങളാണ് അങ്ങീ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനം, കർമ്മം, യോഗ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്, ജനങ്ങൾ ഇതാണ് അൾട്ടിമേറ്റ് എന്നും പറഞ്ഞ് എടുത്തിട്ട് അത് മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം അവർക്ക് ആ പ്രവണത സ്വാഭാവികമായിട്ടുമുള്ളതാണ്. എന്തിൻ്റെ പ്രവണത? ആനന്ദിക്കാനുള്ള പ്രവണത. നോക്കൂ, സാമാന്യ ജനങ്ങൾക്ക് ആനന്ദിക്കാനുള്ള പ്രവണത പ്രകൃത്യായുള്ളതാണ്. അങ്ങ് ആ പ്രവണതയെ മതത്തിൻ്റെ പേരിൽ പ്രോത്സാഹിപ്പിച്ചു. ഇത് ദണ്ഡനാർഹവും സർവഥാ അനുചിതവുമാകുന്നു. അങ്ങയുടെ നിർദ്ദേശങ്ങളാൽ അവർ നയിക്കപ്പെടുന്നവരാകയാൽ അത്തരം പ്രവർത്തനങ്ങളെ അവർ മതത്തിൻ്റെ പേരിൽ അംഗീകരിക്കുകയും നിഷേധങ്ങളെ കഷ്ടിച്ചു പാലിക്കുന്നതുമാകുന്നു. വ്യാസദേവൻ ഈ കർമ്മകാണ്ഡത്തിലും ജ്ഞാനകാണ്ഡത്തിലും യോഗയിലുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തുകൂടാത്ത കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യും? ചെയ്തുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ ബോധമില്ല. കാരണം അതിനെ അവർ കണക്കാക്കുന്നില്ല. ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ അവർ കണക്കാക്കും. പ്രശ്നം എന്താണ്? ഇതിനെ അൾട്ടിമേറ്റ് ആയിട്ട് എടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്താണ് അന്തിമമായിട്ടുള്ള ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞ് അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് പ്രഭുപാദ് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് യജ്ഞങ്ങളെക്കുറിച്ച്. എന്താണ് യജ്ഞങ്ങളെക്കുറിച്ച് പ്രഭുപാദ് പറയുന്നത്? ഉദാഹരണത്തിന്, എന്തെന്നാൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് സാമാന്യ ജനങ്ങളെ ആകർഷിച്ചു നിർത്തിയിരിക്കുന്ന ഭൗതിക പ്രവർത്തനങ്ങളെ പരിത്യജിക്കാൻ അവർ തയ്യാറാകുകയില്ല. മാനവ സംസ്കാരത്തിന്റെ അസന്ദിഗ്ധമായ അവസ്ഥയിൽ മതാചാരങ്ങളുടെ പേരിൽ അത്തരം പ്രവർത്തനങ്ങൾ യജ്ഞാനുഷ്ഠാനപരമായ മൃഗബലി അനിയന്ത്രിതമാകുമ്പോൾ ഭഗവാൻ സ്വയം ബുദ്ധനായി അവതരിച്ച് മതാനുഷ്ഠാനങ്ങളുടെ പേരിലുള്ള മൃഗബലിയെ നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിർത്തലാക്കാൻ വേദങ്ങളുടെ അധികാരങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഇത് ശ്രീ നാരദ മുനി മുൻകൂട്ടി ദർശിക്കയാൽ അദ്ദേഹം വേദങ്ങളെ പരിത്യജിച്ചു. ചില വേദസാഹിത്യങ്ങളിൽ അത്തരം നിയന്ത്രിത ബലികൾ വ്യവസ്ഥ ചെയ്തിട്ട് ഇരിക്കുന്നതിനാൽ മതാനുഷ്ഠാനങ്ങളുടെ മറവിൽ മാംസം ഇഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും ദേവന്റെയോ ദേവിയുടെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ മൃഗവധം നിർവഹിക്കുന്നത് ഇപ്പോഴും തുടരുന്നു. മാംസഭോജനത്തെ നിരുത്സാഹപ്പെടുത്താനായി അവ അപ്രകാരം അനുശാസിക്കുന്നു. എന്നാൽ ക്രമേണ അത്തരം മതാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം വിസ്മരിക്കപ്പെടുകയും കശാപ്പുശാലകൾ പ്രബലമായി തീരുകയും ചെയ്തു. ഇപ്രകാരം സംഭവിക്കയാൽ വേദാനുഷ്ഠാനങ്ങളെ യഥാർത്ഥമായും യഥായോഗ്യമായും വിശദീകരിക്കാൻ കെൽപ്പുള്ളവരുടെ വാക്കുകൾ ശ്രവിക്കാൻ മൂഢഭൗതികവാദികൾ ഗൗരവപൂർണമായ താല്പര്യം കാട്ടുന്നില്ല. എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടതുപോലെ അല്ല ആൾക്കാർ ചെയ്യുന്നത്. അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് അത് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ആ സന്ദർഭത്തിൽ നിന്നും മാറ്റി നമുക്ക് തോന്നുന്നത് പോലെ അതിനെ പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു, പുലർത്തു പോന്നിരുന്നു. അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് പുലർത്തിക്കൊണ്ടേ പോന്നിരുന്നു. ഉദാഹരണമാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും എന്നല്ല, പല ജനങ്ങൾക്കും മാംസം ഭക്ഷിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ വൈദിക ഗ്രന്ഥങ്ങളിൽ ഈ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് വൈദിക സാഹിത്യം എന്നതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രിത വ്യവസ്ഥയുമുണ്ട്. എന്താണ് ഈ നിയന്ത്രിത വ്യവസ്ഥ? മാസത്തിൽ ഒരിക്കൽ, അതായത് അമാവാസി എന്ന് പറയുന്ന ദിവസം ഒരു പ്രത്യേക ദേവതയ്ക്ക് ബലിയർപ്പിച്ചിട്ട് അതിൻ്റെ പ്രസാദം, അല്ലെങ്കിൽ ആ ബലിയർപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ റെമനന്റ് സ്വീകരിക്കാം എന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത്? നിയന്ത്രിതമായ രീതിയിൽ അത് അയാൾ സാറ്റിസ്ഫൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
പിന്നെ പതുക്കെ പതുക്കെ അയാൾക്ക് മനസ്സിലാകണം ഈ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന്. അങ്ങനെ അയാളത് വിടണം. അതിനാണ് നിയന്ത്രണം വച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരു കാര്യം അതിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അമാവാസ്യയ്ക്ക് മാത്രമല്ല ഡെയിലി എന്ത് ചെയ്യുകയാണ്? സ്ലോട്ടർ ഹൗസ്, അതായത് മാംസം വിൽക്കുന്ന, അല്ലെങ്കിൽ അതും ബലിയർപ്പിച്ചിട്ടാണോ ഇപ്പം മൃഗങ്ങളെ കൊല്ലുന്നത്? ഇല്ല, വെറുതെ അതിനെ. സ്ലോട്ടർ ഹൗസിൽ എന്താണ് നടക്കുന്നത്? യന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ്? ഈ പാവം ജീവജാലങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെവിടെയാണ് ബലി വരുന്നത്? എവിടെയാണ് അത് പ്രസാദമാകുന്നത്? എവിടെയാണ് അതിന് റെഗുലേഷൻ ഉള്ളത്? ഇതൊന്നുമില്ല. നമ്മളുടെ നാക്കിൻ്റെ എന്തിനു വേണ്ടിയിട്ട്? തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ആ ജീവജാലങ്ങളെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ല. ഇഷ്ടം പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭഗവാൻ നമുക്ക് സോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ തന്നിട്ടുണ്ട്. എന്ത്? പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ആയിട്ട് അത് ഭഗവാന് സമർപ്പിച്ചിട്ട് അതിൻ്റെ റെമനൻസ് ഭക്ഷിക്കാം. ഇത് ഉന്നതമായിട്ടുള്ള യജ്ഞം. മറ്റേത് അധമമായിട്ടുള്ള, അതായത് ഒരു ജീവനെ നശിപ്പിച്ചിട്ട് തൻ്റെ നാവിന് സംതൃപ്തി കിട്ടുക എന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു യജ്ഞം എന്ന് പറയുന്നതിൽ ഏതാണ് നല്ലത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരാളെ ഹിംസിച്ചിട്ട് നമ്മൾക്ക് കിട്ടണ ടേസ്റ്റാണോ നല്ലത്? ഭഗവാന് സമർപ്പിച്ചിട്ട് സാത്വികമായ രീതിയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അവബോധത്തെ ഉയർത്തുന്നതാണോ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ, വേർതിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാർ ഉറപ്പായും സ്വാഭാവികമായി എന്ത് ചെയ്യും? ആദ്യത്തെ കാര്യം ചെയ്യുകയേയില്ല. എന്താണ്? അങ്ങനെ ഒരു അധമ കാര്യം ചെയ്യുകയില്ല. നമ്മുടെ അവബോധത്തെ ഉയർത്തുന്ന സത്വഗുണത്തിൽ നമ്മളെ എന്ത് ചെയ്യുക? സ്ഥിതിയാകുന്ന ആ ഒരു പ്രസാദം, യജ്ഞപ്രസാദം, ഭഗവാന്റെ പ്രസാദം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പക്ഷെ അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ആ നിയന്ത്രണത്തെ ഒന്നും കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? അത് നിയന്ത്രണം ഒന്നും അവർക്ക് താല്പര്യമില്ല. കാരണം അതിന് അവർ മാനിക്കുന്നതേയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. എന്താണ്? ബലി ചെയ്യും. ബലിയല്ല, കശാപ്പ് ചെയ്യും. പക്ഷെ ഇങ്ങനെയേ ചെയ്യാവൂ എന്ന് പറഞ്ഞിരിക്കുന്ന നിയന്ത്രണത്തെ അവർ നോക്കുന്നതേയില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. വേദങ്ങളിൽ ഈ തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിയന്ത്രണവുമുണ്ട്, അതിൻ്റെ ചെയ്യാവുന്ന കാര്യങ്ങളുമുണ്ട്. പക്ഷെ ആൾക്കാർ മനഃപൂർവ്വം നിയന്ത്രണത്തിനെ എടുക്കുകയില്ല. ചെയ്യാവുന്ന കാര്യങ്ങളെ അവർക്ക് തോന്നുന്ന പോലെ ചെയ്യും. അങ്ങനെയാണ് ഭഗവാന് സ്വയം ബുദ്ധനായി അവതരിക്കേണ്ട ആവശ്യം വന്നത്. വേദങ്ങളിൽ ബലി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അനിയന്ത്രിതമായ രീതിയിൽ മൃഗബലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? ഭഗവാൻ ബുദ്ധനായി അവതരിച്ച് അഹിംസ. അദ്ദേഹം പറഞ്ഞു ഈ വേദങ്ങൾ എന്ന് പറയുന്നതേ തെറ്റാണ് എന്ന്. വേദം എന്താണ്? വേദാന്തകൃത് വേദവിത് ഏവ ചാഹം. ഞാൻ തന്നെയാണ് വേദം ഉണ്ടാക്കിയതെന്ന് ഒരിടത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. മഹാഭാരതത്തിൽ ഭഗവത്ഗീതയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? വേദൈശ്ച സർവൈരഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിത് ഏവ ചാഹം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അതേ ഭഗവാൻ ഈ ഒരു ജീവജാലങ്ങളുടെ കണ്ണുനീര് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദുരവസ്ഥ കണ്ടിട്ട് വേദങ്ങളേ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഭഗവാൻ എന്താണ്? സ്വന്തം ആ ഒരു പ്രസ്താവനയെ ഖണ്ഡിക്കുന്ന തരത്തിൽ ഇവിടെ വേദങ്ങളെ നോക്കണ്ട എന്ന് പറഞ്ഞ എന്താണ്? ആ സമയത്ത് അവരോട് വേദങ്ങളിൽ അത് പറഞ്ഞു, വേദങ്ങളിൽ ഇത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ള അവബോധത്തിലുള്ള വ്യക്തികളോട് സംസാരിക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിലാണ് ഭഗവാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ വെച്ച് തീർന്നില്ല. അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്യുന്നു? അദ്വൈതവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി വേദങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രക്രിയയാണ്. ഇല്ല, വേദങ്ങളെ ശരിയല്ല എന്ന് പറഞ്ഞു ബുദ്ധൻ. അതിനുശേഷം ശങ്കരാചാര്യ, ആരുടെ? ഭഗവാൻ തന്നെ, അതായത് ലോർഡ് ശിവ, മഹാദേവൻ തന്നെ ശങ്കരാചാര്യരായിട്ട് വന്ന അദ്വൈതവാദം. അതിനുശേഷം എന്താണ്? രാമാനുജാചാര്യരെ പോലെയുള്ള വൈഷ്ണവ ആചാര്യന്മാർ വന്നിട്ട് ദ്വൈത അല്ലെങ്കിൽ വൈഷ്ണവ ഫിലോസഫി, തിരിച്ചു വേദങ്ങളെ എങ്ങനെ, ഏറ്റവും അവസാനം ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അചിന്ത്യ ഭേദാഭേദ തത്വം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള വേദങ്ങളിൽ നിന്ന് എന്താണ് സാരം എന്നും പഠിപ്പിച്ചു തന്നു. അതായത് ബുദ്ധൻ വന്നിട്ട്
എന്ത് ചെയ്തില്ല? വേദങ്ങളെ ത്യജിച്ചതിന് ശേഷം അതിനെ അങ്ങനെ തന്നെ വിട്ടില്ല. അതിൻ്റെ പിന്നാലെ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഈ വൈദിക സാഹിത്യത്തെ അതിൻ്റേതായിട്ടുള്ള എന്ത് ചെയ്യണം? അതിൻ്റേതായിട്ടുള്ള അറിവുള്ളവരുടെ കയ്യിൽ നിന്നും വൈദിക സാഹിത്യം സ്വീകരിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാകും. സ്വയമായിട്ട് വേദമെടുത്ത് വായിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധി എത്രയാണ് വളരെ സുമന്ത മതയ മന്ദഭാഗ്യ. ഇതൊക്കെ കൊണ്ട് നമ്മൾ വേദങ്ങളെ വായിച്ച് അതിനകത്ത് നിന്ന് തത്വത്തെ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? സംഭവ്യമേ അല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഭൗതികമായിട്ടുള്ള ഒരു ബന്ധനത്തിലും പെടാതെ, ഭൗതിക വസ്തുക്കളിൽ ആകൃഷ്ടരാകാതെ, ഭഗവത് ഭക്തിയുത സേവനത്തിൽ സ്വയം സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമേ ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാവൂ. അല്ലാതെ വേദങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? തുറന്നു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും വേദം വായിക്കാം. അല്ലെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ഇത്രയും എലാബറേറ്റ് ഉള്ളത് പുരാണങ്ങളോ അതും ഇതും ഒക്കെ വായിക്കാം. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് പ്രാവർത്തികമാക്കണമെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തത്വദർശി എന്ന് പറയും. എന്താണ് തത്വദർശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സത്യത്തെ അറിഞ്ഞിരിക്കുന്നയാൾ, പരമദിവ്യോത്തമ പുരുഷനെ അറിഞ്ഞ് എങ്ങനെയാണ് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമായി ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തിരികെ പോകേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ കഴിവുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രമേ ഇത് കേൾക്കാവൂ, പ്രാവർത്തികമാക്കാവൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലയോ വ്യാസദേവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകും. ചില ആൾക്കാർ ഇതിൻ്റെ നിയന്ത്രണങ്ങളെയും കേൾക്കാതെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് തോന്നുന്ന വിധത്തിൽ ചെയ്യും. ഇതാണ് പ്രശ്നം. ഇത്രയും കാര്യങ്ങൾ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ആൾക്കാർക്ക് സാമാന്യ ജനങ്ങളാണ് അവർ ആനന്ദിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് അവരുടെ സ്വാഭാവിക പ്രവണതയാണ്. അപ്പോൾ സന്തോഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ അകത്ത് നോ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അവർ മൈൻഡ് ചെയ്യൂല. യെസ് എന്ന് പറഞ്ഞിരിക്കുന്ന അതിനെ മാത്രം അവർക്ക് തോന്നുന്ന വിധത്തിൽ എന്ത് ചെയ്യും? പ്രാവർത്തികമാക്കും. അങ്ങനെ ആൾക്കാർ കൺഫ്യൂഷനായി പോകൂലേ എന്നാണ് വ്യാസദേവനോട് ആര് ചോദിക്കുന്നത്? നാരദ മഹർഷി ചോദിക്കുന്നത്. അപ്പോൾ നാരദ മഹർഷി നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണ്? ഈ വൈദിക സാഹിത്യങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ ആരിൽ നിന്നും കേൾക്കണം? ഉത്തമ ഭക്തനിൽ നിന്നും കേൾക്കണം. പ്രഭുപാദനെ പോലെയുള്ള ഉത്തമരായിട്ടുള്ള ഭക്തന്മാർ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾക്കായി വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ എല്ലാ വേദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ജ്ഞാനം വേണമോ അത് അത്യാവശ്യം, അതായത് ഈ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഉറപ്പായിട്ടും ഭൗതിക ലോകത്തിൽ നിന്നും തിരികെ പോകാൻ കഴിയും. സ്വന്തം അവബോധത്തെ ഉന്നത നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് വൈഷ്ണവ ആചാര്യന്മാർ, ശീല പ്രഭുപാദ് പോലെയുള്ള ആചാര്യന്മാർ വന്നിട്ട് അവരുടെ പുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. വേറെ ഒരു തരത്തിലുമുള്ള ജ്ഞാനകാന്ഡമോ കർമ്മകാന്ഡമോ അല്ലെങ്കിൽ അഭ്യാസമുറകൾ ഉൾക്കൊള്ളുന്ന യോഗയോ ഒന്നും ചെയ്ത് നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് നേരെ ഇല്ലാത്ത ഏത് സ്ഥലത്തു കൂടിയും നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. നേരെ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഭഗവാന്റെ സേവനം ചെയ്യുക. കലികാലത്തിൽ എന്താണ് ഏറ്റവും വലിയ സേവനം? ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യഥ. അതു സങ്കീർത്തന യജ്ഞം, ഒരേ ഒരു യജ്ഞം ചെയ്താൽ മതി, വേറെ ഒരു യജ്ഞവും ചെയ്യേണ്ട ആവശ്യമില്ല. സങ്കീർത്തന യജ്ഞം, പിന്നെ ഭക്തിയുത സേവനം, പ്രസാദം, ജപം, സേവനം, പ്രസാദം. ഇത് മാത്രം കൊണ്ട് ഒരാൾക്ക് ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ പറ്റുമെന്ന് വളരെ കരുണയോടുകൂടി തന്ന ഒരു പരിശുദ്ധ ഭക്തനാണ് ശീല പ്രഭുപാദ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രം മതി. ഒരു 100 കണക്കിന് വൈദിക സാഹിത്യങ്ങൾ നിങ്ങളെ ഒരു ജന്മം കൊണ്ട് വായിച്ചു തീർത്താലും അതിൽ നിന്നും സ്വാംശീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം പരിശുദ്ധ ഭക്തൻ റിവീൽ ചെയ്യാതെ ഭഗവാൻ സ്വയം റിവീൽ ചെയ്യില്ല. റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരിശുദ്ധ ഭക്തനിൽ കൂടി മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? സ്വയം വെളിവാക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പുസ്തകമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇതിൻ്റെ അകത്ത് വേറെ ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, വേറെ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? താഴ്ത്തി കെട്ടുന്നില്ല.
ഈ ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്, യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉത്കൃഷ്ടമായിട്ടുള്ള ആ ഒരു എന്താണ് അത് കാണിച്ചു തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അവബോധം ഉന്നതാവസ്ഥയിലായിരിക്കും. അസൂയ, ദേഷ്യം, അങ്ങനെ നിരാശ, ഇങ്ങനെ പറയുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഭാവങ്ങൾക്കും പിന്നെ അവിടെ സ്ഥാനം കാണുകയില്ല. കാരണം ഭഗവാനെക്കുറിച്ച് പറയുന്ന ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ചെവിക്കും ഹൃദയത്തിനും എന്ത് ചെയ്യുന്നതാണ്? സംതൃപ്തി തരുന്നതാണ്. ഇതാര് പറയുന്നു? നാരദ മഹർഷിയാണ് വ്യാസദേവനോട് പറയുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് നാരദ മഹർഷിയും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രവിക്കാം. 15ാമത്തെ ശ്ലോകം. ഈ ശ്ലോകങ്ങളൊക്കെ വലുതായതുകൊണ്ടാണ് അധികം കവർ ചെയ്യാൻ പറ്റാത്തത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു തത്വം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പതുക്കെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാർക്കും വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ.